അതായത് വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ ഒതുക്കാൻ CPM കളിച്ചിട്ടുള്ള നാടകം എന്ന് അവരിപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ല. നമസ്കാരം. ഭരണകൂടം എന്ന അഹങ്കാരത്തിന്റെ തണലിൽ രാഷ്ട്രീയ ശത്രുക്കളെ ഉണ്ടാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കളാണെന്ന് കണക്ക് കൂട്ടി അവരെ ഒതുക്കാൻ വേണ്ടി പിണറായി വിജയനും ഒപ്പമുള്ളവരും കാട്ടിക്കൂട്ടിയിട്ടുള്ള നെറുകേടുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടായിട്ടും ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടാൻ കള്ളക്കേസുകളെ ആശ്രയിക്കുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തങ്ങളുടെ എതിരാളികളായിട്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയായി വരും എന്ന് കരുതുന്ന യുവാക്കളെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ, പ്രവർത്തകരെ, അവർക്കെതിരെ പെണ്ണുകേസ് ഉണ്ടാക്കി രാഷ്ട്രീയക്കാരെ നാണം കെടുത്തുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ടേയുള്ള ഒരു സ്ഥിരം അടവാണ്. CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ ഭരണപരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധയൊക്കെ തിരിച്ചുവിടാനും എതിരാളികളെ വ്യക്തിഹത്യ നടത്തി ഇല്ലാതാക്കാനും വേണ്ടി ഇത്തരം തറവേലകൾ പ്രയോഗിക്കുമ്പോൾ അത് മനുഷ്യന്മാർക്ക് ചേർന്ന ഒരു പണിയല്ല. അത്തരത്തിൽ അങ്ങേയറ്റം നാറിയ തരംതാണ അടവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ നേതാവിനെതിരെയും ഈ CPM പ്രയോഗിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള കുറെ കെട്ടുകഥകൾ മാത്രം എടുത്തു മുന്നിൽ വെച്ച് ഒരൊറ്റ FIR പോലും ഇടാതെ, ഒരു പരാതി പോലും കിട്ടാതിരുന്ന സമയത്താണ് പോലീസിനെ ഉപയോഗിച്ചിട്ട് ഈ ചെറുപ്പക്കാരനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ തന്നെ, SIT-യെ തന്നെ ഇറക്കിയത്. ഒരു FIR പോലും വരുന്നതിന് മുമ്പ്, ഒരു അന്വേഷണം പോലും വേണ്ടാത്ത സാഹചര്യം, ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഒരു സമയത്ത് ഒടുവിൽ എവിടെ നിന്നോ ഒരു പരാതിക്കാരിയെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഒന്നിനു പിറകെ ഒന്നായി കള്ളക്കേസുകൾ ചുമത്തി നട്ടപ്പാതിരയ്ക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് വരെ നമ്മൾ കണ്ടു. കാരണം ആദ്യത്തെ കേസിൽ എങ്ങനെയെങ്കിലും പിടിച്ച് ജയിലാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതിന് മുൻകൂർ ജാമ്യം കിട്ടി. ഇതിങ്ങനെയൊക്കെ കണ്ട് കടന്നുപോയപ്പോൾ അവസാനം നട്ടപ്പാതിരയ്ക്ക് ഇരു ചെവി അറിയാതെ വന്ന് പൊക്കിക്കൊണ്ടങ്ങോട്ട് പോയി ജയിലിലിട്ടു. സത്യത്തിൽ അത് പച്ച പകലായിരുന്നു കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്തിടണം, അയാളെ ജയിലിൽ തന്നെ ഇടണം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-ന് ചില്ലറ എതിരാളിയൊന്നും അല്ല. അതുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കണം, എങ്കിലേ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ആ രീതിയിൽ തെമ്മാടിത്തരം കാണിച്ചത്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ജനം അതിന് നല്ല തിരിച്ചടിയാണ് കൊടുത്തത്. 13 മന്ത്രിമാരാണ് തോറ്റമ്പിയതെന്ന് മനസ്സിലാക്കണം. മന്ത്രിമാർ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്നവർ മുഴുവൻ തോറ്റമ്പി. ഒരു വേള 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പോലും ദേ തെറ്റു എന്നാൽ 5-6 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വോട്ടിന് പോലും മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഈ കേസുകളൊക്കെ കോടതിയിൽ എത്തുമ്പോൾ ഇതിൽ എന്ത് റേപ്പാണ് എന്ന് കോടതികൾ മുഖത്തടിച്ചതുപോലെ ചോദിച്ചപ്പോൾ നാണം കെട്ട പോലീസ് പിന്നെ കാട്ടിയിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരങ്ങളും അതിക്രമങ്ങളുമാണ്. അവസാന ഹൈക്കോടതികളെ ഉത്തരവുകളെ പോലും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കാനഡയിലുള്ള ഏതോ ഒരുത്തി ഇമെയിൽ വഴി അയച്ച 3ാമത്തെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി പാലക്കാട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോയി ജയിലിലടച്ചത്. ആ യുവതിയുടെ മൊഴി പോലും നേരിട്ടെടുക്കാതെ, ആ യുവതി അങ്ങനെ ഒരു യുവതി ഉണ്ടോ എന്ന് പോലും അറിയാതെ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ക്രൂരത കാട്ടി എന്ന് പറയുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിനെ ഏത് നിലയിലാണ് പിണറായി വിജയൻ കൊണ്ടു നടന്നിരുന്നതെന്ന് ചിന്തിക്കണം. ഈ വന്യമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ സിറ്റിംഗ് സീറ്റായിട്ട് പാലക്കാട് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ കരിയർ തന്നെ തകർക്കാൻ പിണറായി CPM-മാരും തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് നോക്കി. എന്നാൽ ആ സത്യം എത്ര തന്നെ മൂടി വെച്ചു കഴിഞ്ഞാലും അതൊരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ഹൈക്കോടതി ഈ കള്ളക്കേസുകളെല്ലാം എട്ടുനിലയിൽ പൊട്ടിച്ച് തെറിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളെയും വിവാഹം നിലനിൽക്കുന്ന ഒരു സ്ത്രീ നൽകിയ വാഗ്ദാന ലംഘന പരാതികളെയും രാഷ്ട്രീയ പകപോക്കലിനായിട്ട് നിയമത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്തതിനെ ഹൈക്കോടതി കണക്കിന് പരിഹസിക്കുകയും പോലീസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലെ കുറ്റപത്രം നിയമപരമായി നിലനിൽക്കില്ല എന്ന് നമ്മളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇത് നിയമപരമായിട്ട് കോടതിയിൽ ഇത് നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. പക്ഷെ ആ വസ്തുത കോടതി വ്യക്തമാക്കിയതാണ് നേരത്തെ. ഒടുവിൽ നാണക്കേട് മാറ്റാൻ വേണ്ടി പോലീസ് ധൃതി പിടിച്ച് കോടതിയിൽ കൊടുത്ത 3ാമത്തെ കേസിന്റെ കുറ്റപത്രവും നിയമപരമായി ഒട്ടും നിലനിൽക്കുക എന്നത് വളരെ വ്യക്തമായതോടെ ഇതൊരു കുറ്റപത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ട് കോടതി അത് എടുത്ത് അടുപ്പിൽ എറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെന്ന് തിരുത്തിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തുവിടുകയാണ്. ഇതാണോ കുറ്റപത്രം? പിണറായി വിജയന്റെ പകപോക്കൽ ഭരണം അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഈ കള്ളക്കഥകൾക്ക് പോലീസിന്റെ ഒത്താശയോ സംരക്ഷണമോ കിട്ടാൻ പോകുന്നില്ല എന്നതാണ് വ്യക്തം. രാഹുലിനെ രാഷ്ട്രീയമായിട്ട് എന്നേക്കുമായിട്ട് അങ്ങ് തീർത്തു കളയാൻ വേണ്ടി പിണറായിയും CPM ഒക്കെ ഒളിച്ചു വച്ചിരുന്ന കെണി ഒടുവിൽ രാഹുലിന്റെ ശക്തമായ
രണ്ടാം ജന്മത്തിന് വഴി തുറന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനുള്ള ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. കുറ്റപത്രം പോലും നിലനിൽക്കാത്ത ഇത്തരം കള്ളക്കേസുകൾ കാണിച്ച് ഭയപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാമെന്ന് ഇനി ആരും മോഹിക്കേണ്ടതില്ല. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആരെയും ഒതുക്കാമെന്ന് ആരും മോഹിക്കേണ്ടതില്ല. ജയില് അയാൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല കിടക്കുന്നത്. സ്വന്തം അമ്മയുടെ മുന്നിൽ നിന്ന്, അതും പോലീസിന്റെ മുന്നിൽ, തൊട്ടടുത്ത മുന്നിലുള്ള മണിക്കൂറുകളൊക്കെ പോലീസിന്റെ മുന്നിലുണ്ട്. അവിടെ നിന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക. നല്ല രസമാണത്, കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വേട്ടയാടലുകളൊക്കെ അതിജീവിച്ചെത്തിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ യുഗം ഇനി ജനപിന്തുണയോടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ CPM എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചില്ല, MLA ആയില്ല എന്നതൊഴിച്ച് ഒരു വലിയ ഒരു ശക്തിയായിട്ട്, അതായത് CPM-നെ മൂലക്കിരുത്താൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, അതായത് വോട്ട് പട്ടികയിലാകുന്നതിന് തൊട്ടു മുമ്പ് ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകൾ ജനലക്ഷങ്ങളാണ് കണ്ടത്. ഓരോ വീഡിയോ മില്യൺ ആൾക്കാരാണ് കണ്ടത്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ ഒതുക്കാൻ CPM കളിച്ചിട്ടുള്ള നാടകം എന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ല. Different angles. Don't forget to subscribe and support this channel.